വിശുദ്ധ കുർബാന നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റമാണ് വരുത്തുന്നത്? വിശുദ്ധ കുർബാന നമ്മളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എങ്ങനെയാണ് നാം വിശുദ്ധ കുർബാനയെ സമീപിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമുക്ക് രണ്ട് വ്യത്യസ്തമായ രീതിയിൽ വിശുദ്ധ കുർബാനയെ സമീപിക്കാം. ഒന്ന് അനുഷ്ഠാനപരമായ രീതിയിൽ, കൾട്ടിക് അല്ലെങ്കിൽ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വിശുദ്ധ കുർബാനയെ സമീപിക്കാം. അത് നമ്മളുടെ ജീവിതത്തിന് പുറത്തു നിൽക്കുന്ന ഒരു കാര്യം മാത്രമാണ്. നമ്മൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഈശോയെ സ്വീകരിക്കുന്നു. പള്ളിയിൽ പോകുന്ന അവസരം അല്ലെങ്കിൽ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയം, ആ സമയത്ത് നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. പിന്നീടുള്ള ജീവിതവുമായി അതിനെ നാം ബന്ധിപ്പിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. വിശുദ്ധ കുർബാനയോടുള്ള രണ്ടാമത്തെ സമീപനം, ഈശോ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, അത് എന്നിൽ നിന്ന് എന്താവശ്യപ്പെടുന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതാണ്. ശരിക്ക് ഈ ഒരു കാഴ്ചപ്പാടാണ് നമ്മളുടെ ജീവിതങ്ങളെ കൂടുതൽ ഫലദായകങ്ങളാക്കി മാറ്റുന്നത്. ഈശോ എന്നെ സ്നേഹിച്ചു, ആ സ്നേഹത്തിൻ്റെ ഏറ്റവും പരമമായ പ്രകടനമാണ് വിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈശോ എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ സ്നേഹം പ്രകടമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ സമൂഹത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അതായത് വിശുദ്ധ കുർബാന ഫലദായകമായി മാറണമെങ്കിൽ നാം അനുഷ്ഠാനപരമായ ആ ഒരു തലത്തിൽ നിന്നും ഈശോ എനിക്ക് വേണ്ടി ചെയ്തത്, അതിന് ഞാൻ നൽകേണ്ട പ്രത്യുത്തരം എന്നുള്ള തലത്തിലേക്ക് ഉയർന്നു വരണം.